जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्त वृंदा। गुरवे गौरचंद्राय राधिकाये तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेशा गोपिका कांता राधा कांता नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 4-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു വരുന്നു. വളരെ മനോഹരമായിട്ടുള്ള സെക്ഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി രാധാറാണിയുടെ അല്ലെങ്കിൽ രാധാതത്വം നമ്മൾ പഠിച്ചു വരുന്നു. രാധാഷ്ടമിയോട് സംബന്ധിച്ച്, രാധാഷ്ടമി ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വർഷത്തെ. സോ ആ സമയത്ത് നമ്മൾ രാധാതത്വം വായിക്കലുണ്ടായി. നമ്മളതിൻ്റെ തുടർച്ചയാണ് ഇവിടെ പഠിക്കുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആദ്യത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണമാണ്, എക്സ്പ്ലനേഷൻസ് ആണ് ഇനി മുന്നോട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്ന്. അവിടെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിന് 3 ആന്തരിക കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അതുവരെ അപ്പം 107-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇനി വായിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്.
शेषालीलाया प्रभुरा कृष्णविरह उन्माद ब्रह्ममाया चेष्टा आरा प्रलापमाया वादा शेषलीलाया प्रभुरा कृष्णविरह उन्माद ब्रह्ममय चेष्टा आरा प्रलापमयवादा शेषलीलाया प्रभुरा कृष्ण विरह उन्माद ब्रह्ममय चेष्टा आरा प्रलापमयवादा. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആയിക്കട്ടെ. യെസ്. ശേഷലീലായ പ്രഭുര കൃഷ്ണ വിരഹ ഉന്മാദ ഭ്രമമയ ചേഷ്ട ആര പ്രലാപമയ വാദ. വിവർത്തനം. ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അന്ത്യലീലകളിൽ മഹാപ്രഭു കൃഷ്ണവിരഹത്താൽ ഉന്മത്തനായി അദ്ദേഹം ഭ്രാന്ത ചിത്തനെ പോലെ ജൽപ്പനങ്ങൾ നടത്തുമായിരുന്നു. ഭാവാർത്ഥം. ഒരു ഭക്തന് കൃഷ്ണനിൽ നിന്നുള്ള വേർപാട് മൂലം ഉണ്ടാകുന്ന വികാരങ്ങളുടെ അത്യുന്നതമായ അവസ്ഥ അദ്ദേഹം പ്രകടിപ്പിച്ചു. ഈ പ്രദർശനങ്ങൾ ഉദാത്തമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് വിരഹത്തിന്റെ വികാരങ്ങളിൽ പരിപൂർണനായിരുന്നു. ഭൗതികവാദികൾക്ക് എങ്ങനെ തന്നെയായാലും ഇത് മനസ്സിലാവുകയില്ല. ഭൗതിക പണ്ഡിതന്മാർ പലപ്പോഴും അദ്ദേഹം രോഗബാധിതനോ ഭ്രാന്തനോ ആണെന്ന് കരുതി സദാ ഇന്ദ്രിയാസ്വാദനത്തിൽ വ്യാപൃതനായിരുന്നതിനാൽ ഭക്തന്മാരുടെയും ഭഗവാന്റെയും വികാരങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. വിഷയികൾ അവരുടെ ആശയങ്ങളിൽ ഏറ്റവും നിന്ദ്യരാണ്. അവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന സ്ഥൂല വസ്തുക്കളെ അവരുടെ ഇന്ദ്രിയങ്ങളാൽ ആസ്വദിക്കാൻ കഴിയുമെന്നും മഹാപ്രഭുവിന്റെ അതീന്ദ്രിയ ലക്ഷണങ്ങളെയും അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും അവർ കരുതുന്നു. പക്ഷേ സ്വരൂപ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള ഗോസ്വാമിമാരാൽ സ്ഥാപിതമായ തത്വങ്ങൾ പിന്തുടരുന്നതിലൂടെ മാത്രമേ അവിടുന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഭക്തന്മാരെന്ന് പറയപ്പെടുന്ന നദിയ നാഗരികളെ പോലുള്ളവരുടെ സിദ്ധാന്തങ്ങൾ സ്വരൂപ ദാമോദരനെയോ ഷഡ് ഗോസ്വാമിമാരെയോ പോലുള്ള പ്രാമാണികരായ വ്യക്തികളാൽ അവതരിപ്പിക്കപ്പെട്ടതല്ല. ഗൗരാംഗ നാഗരികളുടെ ആശയങ്ങൾ കേവലം മാനസികമായ കെട്ടുകഥകളാണ്. അവർ സമ്പൂർണമായും മാനസിക തലത്തിൽ മാത്രമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അന്ത്യലീല സമയത്ത്, നമ്മളിപ്പോൾ പഠിക്കുന്നത് ആദിലീലയാണ്, പക്ഷെ അന്ത്യലീല സമയത്ത് മഹാപ്രഭുവിൻ്റെ ആ ഉന്മാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല, പൂർണ്ണമായിട്ടും അതീന്ദ്രിയ തലത്തിൽ. ഒന്ന്, ചൈതന്യ മഹാപ്രഭു ആരാണ്? ഭഗവാൻ തന്നെയാണ്, അല്ലേ? ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ ഭാവത്തിൽ വന്നിരിക്കുന്നു. രാധാകൃഷ്ണൻ ആണ് മഹാപ്രഭു. അപ്പോൾ മഹാപ്രഭുവിനേക്കാളും വലിയൊരു സ്ഥാനം വേറെ ആർക്കാണുള്ളത്? ആർക്കുമില്ല. പരമദിവ്യോത്തമ പുരുഷൻ, ദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ തന്നെ ആണ് മഹാപ്രഭു. കൂടെ ശക്തി, കൃഷ്ണൻ്റെ ശക്തിയായിട്ടുള്ള സ്വരൂപിണിയായിട്ടുള്ള രാധയും കൂടെയുണ്ട്. അപ്പോൾ ഇതേപോലെ വേറൊരു വ്യക്തിത്വം വേറെയില്ല മഹാപ്രഭുവിനെ പോലെ. ആ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ലീലയിൽ പല അമാനുഷികമായിട്ടുള്ള തലത്തിലുള്ള പല ലീലകളും ഉണ്ടായിരുന്നു. അതായത് നമുക്കൊന്നും അമാനുഷികമെന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, എന്തെങ്കിലും ചെപ്പടി വിദ്യ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. മനുഷ്യരിൽ സാധാരണ കാണാത്ത തരത്തിലുള്ള വികാരങ്ങളും ഉന്മാദങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലും അദ്ദേഹത്തിൻ്റെ ലീലകളിലും നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും അന്ത്യലീലയിൽ അവസാനത്തെ ഒരു ഏകദേശം 12 വർഷത്തോളം മഹാപ്രഭു അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന 3 ആന്തരിക കാരണങ്ങൾ, മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണങ്ങളിലെ 3 കാരണങ്ങൾ, ആ ഒരു സമയത്ത് അവസാനത്തെ 12 വർഷമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശരിക്കും അത് ആസ്വദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം, ആന്തരിക കാരണങ്ങൾ അത് സത്യവത്താവുന്നത്, അല്ലെങ്കിൽ മഹാപ്രഭു അത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ 3 കാരണങ്ങൾ എപ്പോഴാണ് മഹാപ്രഭു അത് അറിയുന്നത്, ആസ്വദിക്കുന്നത്? അത് ഈ സമയത്താണ്.
24 വർഷം ജഗന്നാഥപുരിയിലുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ 6 വർഷത്തോളം മഹാപ്രഭു യാത്രകളിലായിരുന്നു. ഒരുപാട് ഇന്ത്യ മുഴുവനും അദ്ദേഹം ഇന്ത്യയും ബംഗാളും ഒക്കെ മുഴുവനും സഞ്ചരിച്ചു. അദ്ദേഹം എല്ലാവർക്കും കൃഷ്ണപ്രേമം എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുത്തു. ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുത്തു. ഒരുപാട് ലീലകൾ നമ്മൾ മധ്യലീല, ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിൽ നമ്മൾ കാണും. മധ്യലീല മുഴുവനും ഏകദേശം മഹാപ്രഭുവിൻ്റെ അതായത് സൗത്ത് ഇന്ത്യൻ പര്യടനവും ഇന്ത്യ മുഴുവനും അദ്ദേഹം സഞ്ചരിക്കുന്നതും ഭക്തരെ പലവർക്കും ഒരുപാട് അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഉണ്ടാവുന്നതും പിന്നീട് എല്ലാവർക്കും ഹരേകൃഷ്ണ മഹാമന്ത്രം കൊടുക്കുന്നതും എല്ലാവരെയും അനുഗ്രഹിച്ച് കൃഷ്ണപ്രേമം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണും. അതിനുശേഷം മധ്യലീല അവസാനിക്കുന്നതോട് കൂടിയിട്ട് അന്ത്യലീലയുടെ ഒരു തുടക്കം, മഹാപ്രഭുവിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിലെ ലീലകൾ നമ്മൾ പഠിക്കും. ഇതെല്ലാം ഇനി മുന്നോട്ട് നമ്മൾ കാണും. എന്തായാലും ഇതൊക്കെ കാണുന്നു. പക്ഷേ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അവസാനത്തെ കുറച്ച് വർഷങ്ങൾ, ഏകദേശം 12 വർഷത്തോളം മഹാപ്രഭു ആ സമയത്ത് ആരുമായിട്ട് അധികം ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. സ്വരൂപ് ദാമോദർ പ്രഭു അദ്ദേഹത്തിൻ്റെ ഇടത് ഭാഗത്ത് രാമാനന്ദറായ്, അതായത് ലളിത സഖിയും വിശാഖ സഖിയും രാധാറാണിയും. അങ്ങനെ രാധാറാണി ആ വിരഹം, ഭഗവാൻ കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന ആ ഒരു വിരഹം അദ്ദേഹം ആസ്വദിക്കുമായിരുന്നു. ഇവിടെ അതാണ് പറയുന്നത്. ഉന്മാദം എങ്ങനെയുള്ള ഉന്മാദമാണ്? അതായത് വിരഹം, കൃഷ്ണ വിരഹ ഉന്മാദം, കൃഷ്ണ വിരഹം കൊണ്ടുണ്ടാവുന്ന ഉന്മാദം. അതായത് പുറമേ നിന്ന് ആളുകൾക്ക് തോന്നും മഹാപ്രഭു ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. അദ്ദേഹം താഴെ തറയിൽ കിടന്ന് ഉരുളുന്നു, ഭിത്തിയിൽ പോയി ചുമരിൽ പോയിട്ട് മുഖമുരയ്ക്കുന്നു. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ അദ്ദേഹം ഓൾറെഡി 7 അടി 5 ഇഞ്ച് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പൊക്കം ഉണ്ടായിരുന്നു ആ സമയത്ത്. ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ 7 അടിയിൽ കൂടുതലുണ്ടായിരുന്ന മഹാപ്രഭുവിൻ്റെ ശരീരത്തിൻ്റെ നീളം ഏകദേശം 10 അടി വരെയാവും. അതായത് കൈകളിൻ്റെ ഈ ലൊക്കേഷനിൽ നിന്നൊക്കെ ഇതൊക്കെല്ലാം മാറി കൈയിനൊക്കെ നീളം വയ്ക്കും, കാലിന് നീളം വയ്ക്കുന്നു. അങ്ങനെ പല പല വ്യത്യാസങ്ങൾ, ആരും കാണാത്ത അതൊക്കെ അഷ്ടസാത്വിക വികാരങ്ങളുടെ ഭാഗമാണ്. അതെല്ലാം മഹാപ്രഭു പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലായില്ല, പലവർക്കും മനസ്സിലായില്ല. സ്വരൂപ് ദാമോദർ പ്രഭുവിനും, ഇവിടെ അതാണ് ശിലപ്രഭുജി ഭാവത്തിൽ പറയുന്നത്, സ്വരൂപ് ദാമോദർ പ്രഭുവിനും രാമാനന്ദറായ്ക്കും മഹാപ്രഭുവിൻ്റെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഭക്തർക്കും ഗോസ്വാമിമാർക്കും അവർക്കൊക്കെ മനസ്സിലാവുമായിരുന്നു ഇതെന്താണ് സംഭവം എന്നുള്ളത്, അഷ്ടസാത്വിക വികാരമാണ് എന്നുള്ളത്. അദ്ദേഹം ആ സമയത്ത് പൂർണ്ണ സമയത്തും സദാസമയവും അദ്ദേഹം കഹാ മോര പ്രാണനാഥ മുരളീവദന കഹാ കരു കഹാ പാവു വ്രജേന്ദ്ര നന്ദന. അദ്ദേഹം കരഞ്ഞ് ഉറക്കെ കരയുമായിരുന്നു. കഹാ മോര പ്രാണനാഥ് മുരളീവദന, എൻ്റെ പ്രാണനാഥൻ മുരളീവദൻ, മുരളീധരൻ കൃഷ്ണൻ എവിടെ പോയി? കഹാ പാവു കഹാ കറു, എന്ത് ചെയ്യണം ഞാൻ, എങ്ങോട്ട് പോകണം ഞാൻ? ആ വ്രജേന്ദ്രനന്ദൻ കൃഷ്ണനെ കാണാൻ വേണ്ടി. പ്രേമധന ബിനാ വ്യർത്ഥ ദരിദ്ര ജീവന ദാസ കോരെ വേദന മോരാ പായേ പ്രേമധന. അദ്ദേഹം പാടുമായിരുന്നു മഹാപ്രഭു. നമ്മളിതൊക്കെ അന്ത്യലീലയിൽ കാണും. പക്ഷേ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. പ്രേമധന വിന വ്യർത്ഥ, പ്രേമം, കൃഷ്ണപ്രേമം ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ജീവിതം വ്യർത്ഥം, അതായത് വേസ്റ്റാണ്. പ്രേമധന വിന വ്യർത്ഥ ദരിദ്ര ജീവൻ, ഒരു കാര്യവുമില്ല അങ്ങനെയുള്ള ജീവൻ. കൃഷ്ണപ്രേമം ഇല്ലെങ്കിൽ ആ ജീവനെ കൊണ്ട് ആ ഒരു ജീവിതം വെറും പാഴായി പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ദരിദ്ര ജീവൻ. പ്രേമധന വിന വ്യർത്ഥ ദരിദ്ര ജീവന ദാസ കോരെ വേദന മോര
പായേ പ്രേമധന. ഈ ദാസന് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഓ ഭഗവാനെ, ഈ ദാസന് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ആ പ്രേമധനം എനിക്ക് തന്നാലും. ഈ ഒരു ഭാവത്തിലായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉന്മാദം കൊണ്ട് പലവരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇതൊക്കെ മഹാപ്രഭുവിൻ്റെ ലീലയുടെ ഭാഗമാണ്, അഷ്ടസ്വാധിക വികാരങ്ങളുടെ ഭാഗമാണ്. ഇത് അവസാനത്തെ അന്ത്യലീലയിൽ നടക്കുന്നത്. ഇനി ആദിലീലയിൽ ഒരു സമയത്ത് ഇതൊക്കെ ഈ ഒരു ഭാവമൊക്കെ, രാധാഭാവമൊക്കെ അദ്ദേഹം അവസാനത്തെ 12 വർഷമാണ് ശരിക്കും അനുഭവിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം അദ്ദേഹം ചൊല്ലിത്തുടങ്ങിയപ്പോൾ, ശ്രീ ഈശ്വരപുരി മഹാരാജിൽ നിന്ന് അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം അദ്ദേഹത്തിൻ്റെ ദീക്ഷ കഴിഞ്ഞ് കൃഷ്ണമന്ത്രം കിട്ടിയതിന് ശേഷം അദ്ദേഹം ചൊല്ലിത്തുടങ്ങി. അതുവരെ നിമായി പണ്ഡിറ്റായിരുന്നു, വലിയ പണ്ഡിറ്റായിരുന്നു അദ്ദേഹം. എല്ലാവരെയും സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു വാദ്യാരായിരുന്നു. സാധാരണ വാദ്യാരല്ല, ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കില്ല. വ്യാകരണത്തിലെ അഗ്രഗണ്യനായിരുന്നു മഹാപ്രഭു. അതായത് ലോകത്തിലെ ഏറ്റവും, അന്നത്തെ കാലത്ത് ഇന്ത്യയിലാണ് എല്ലാവിധ പ്രമുഖരായിട്ടുള്ള പണ്ഡിതരും ഉള്ളത്. ഇന്ത്യയിലെ ഏത് പണ്ഡിതനും, സംസ്കൃത പണ്ഡിതനും മഹാപ്രഭുവിന് മുമ്പിൽ ഒന്നും സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് അവർ തമ്മിലുള്ള ഡിബേറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ആദിലയിൽ നമ്മൾ കുറച്ചൊക്കെ ഈ ആദിലയിലെ അവസാനമൊക്കെ നമ്മൾ കാണും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ അങ്ങനെ ഇതേപോലെ ഡിബേറ്റ്സിൽ പങ്കെടുക്കുക, എല്ലാവരും ഒരുപാട് ചെറുപ്പമാണ് അദ്ദേഹം, വളരെ ചെറുപ്പം പയ്യൻ. എന്നാൽ മറ്റുള്ള വരുന്ന വലിയ വലിയ പണ്ഡിതരൊക്കെ 50 വയസ്സായിട്ടുള്ള വലിയ വലിയ മുതിർന്ന ആൾക്കാരാണ്. പക്ഷെ അവരൊക്കെ നിഷ്പ്രയാസം അദ്ദേഹം തോൽപ്പിക്കുമായിരുന്നു. അങ്ങനെ നടന്നിരുന്ന നിമായി പണ്ഡിറ്റ് അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം ഗയയിൽ പോയി അച്ഛൻ്റെ ശ്രാദ്ധം ഊട്ടുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഈശ്വരപുരി മഹാരാജനെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ ഗുരു. അങ്ങനെ ഈശ്വരപുരിയിൽ നിന്ന്, ശ്രീപാദ് ഈശ്വരപുരി മഹാരാജിൽ നിന്ന് അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുന്നു. ദീക്ഷ അദ്ദേഹത്തിന് കൃഷ്ണമന്ത്രം, ഹരേകൃഷ്ണ മഹാമന്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം നവദ്വീപിലേക്ക് വന്നതിന് ശേഷം ആൾ മാറിപ്പോയി. പിന്നെ അദ്ദേഹത്തെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാത്ത അവസ്ഥയായി. നിമായി പണ്ഡിറ്റ് കാണാൻ അതേപോലെയുണ്ട്, പക്ഷെ നിമായി പണ്ഡിറ്റിൻ്റെ ഭാവം എല്ലാം മാറിപ്പോയി. അത്രയും കാലം ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ കാര്യം ആ സമയത്ത് നവദ്വീപിൽ പണ്ഡിതരുടെ കളിയായിരുന്നു, ഇഷ്ടംപോലെ പണ്ഡിതരായിരുന്നു. നിമായിനെ കാണുമ്പോൾ പല പല വിദ്വാൻമാരും ഓടി രക്ഷപ്പെടും. കാര്യം നിമായി ഇതുപോലെ എന്തെങ്കിലും ശ്ലോകം പറയും, എന്നിട്ട് അതിൻ്റെ അർത്ഥം ചോദിക്കും. എന്നിട്ട് അപ്പോഴും നിമായി ഒരു 10 അർത്ഥം പറഞ്ഞു കൊടുക്കും. അയാളൊരു മറ്റേ വ്യക്തി ഒരു 2-3 പ്രാവശ്യം പറയും, എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്രയേ അറിയുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും തോൽപ്പിക്കും. എല്ലാവർക്കും പേടിയോ, നിമായെ കാണുമ്പോൾ ആൾക്കാർ ഓടിപ്പോവും പേടിച്ച്, അത്ര പണ്ഡിതനായതുകൊണ്ട്. അങ്ങനെയുണ്ടായിരുന്ന നിമായി ഇതെല്ലാം കഴിഞ്ഞ്, ദീക്ഷയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം നഗരത്തിലൂടെ നടന്ന് അദ്ദേഹം കീർത്തനവും ചൊല്ലി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് നാമവും അതേപോലെ കീർത്തനവും ചൊല്ലി ഉറക്കെ ഡാൻസും കളിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ചിലപ്പോൾ താഴേക്ക് കിടന്ന് ഉരുടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ആളുകൾക്ക് അത്ഭുതമായി, എന്ത് പറ്റി നിമായിക്ക്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഗയയിലേക്ക് പോകുന്നവരെ, ശ്രാദ്ധത്തിന് പോകുന്നവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വന്നതിന് ശേഷം നിമായിക്ക് എന്തോ പറ്റി എന്ന് പറഞ്ഞു. എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരോടും കൃഷ്ണനാമം ചൊല്ലൂ, കൃഷ്ണനാമം ജപിക്കൂ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, ഇത് മാത്രമേ പറയാനുള്ളൂ. സംസ്കൃതത്തിൻ്റെ അദ്ദേഹത്തിന് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെയുള്ള വേറെ നിമായിയുടെ ടീച്ചറുണ്ടായിരുന്നു. നിമായിയുടെ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇപ്പോൾ നിമായി പഠിപ്പിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും കൃഷ്ണമന്ത്രം ചൊല്ലാനാണ് പറയുന്നത്. എന്നിട്ട് പറയും, എന്ത് ശാസ്ത്രം പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല, ഈ സംസ്കൃതം പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഹരേകൃഷ്ണ മഹാമന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. അല്ലെങ്കിൽ ഈ പഠിത്തത്തിൻ്റെയൊക്കെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷ്ണമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി കൂടുതലൊന്നും പഠിക്കേണ്ട, എൻ്റെ കൂടെ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നമുക്ക് കീർത്തനവും ചൊല്ലി നടക്കാം. ഇത് പറഞ്ഞ് മഹാപ്രഭു അന്ന് നിമായി ഇതിങ്ങനെ പറയുമ്പോൾ
എല്ലാ കുട്ടികളുടെയും പാരൻസൊക്കെ വീട്ടുകാരൊക്കെ ആകെ ടെൻഷനായി. കാര്യം നിമായി ഇങ്ങനെ ആയിരുന്നില്ല, ഒരാഴ്ച കൊണ്ട് വന്ന വ്യത്യാസമാണ്. എല്ലാവരും കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങി, നിമായി പണ്ടത്തെ പോലെയല്ല. അപ്പോൾ കുട്ടികൾ സ്റ്റുഡൻസിനൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞു, വീട്ടിൽ പോയി പറഞ്ഞു, നിമായി ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും കൃഷ്ണമന്ത്രം ചൊല്ലാനാണ് പറയുന്നത്, ഞങ്ങളെ കൊണ്ട് കൃഷ്ണമന്ത്രം മാത്രമേ ചൊല്ലിപ്പിക്കുന്നുള്ളൂ, വേറെ പഠിപ്പിക്കുന്നൊന്നുമില്ല ഇപ്പോൾ സംസ്കൃതം എന്നൊക്കെ പറഞ്ഞു കംപ്ലൈൻ്റൊക്കെ ആയി പറഞ്ഞു. അതിനുശേഷം ആളുകളും പറഞ്ഞു തുടങ്ങി, നിമായിക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നു, ഇടയ്ക്ക് ഓടണത് കാണാം ഗംഗാതീരത്ത്, ഉറക്കെ കീർത്തനം ചൊല്ലി ഓടുന്നത് കാണാം, ചില സമയത്ത് ഗംഗാതീരത്ത് കിടന്ന് ഉരുളുന്നത് കാണാം. എന്ത് പറ്റി നിമായിക്ക്, എന്തോ കാര്യമായിട്ട് ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ശച്ചി മാധവോട് പോയി പറഞ്ഞു, നിമായിക്ക് കാര്യമായിട്ട് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, നിമായിക്ക് വായുവിൻ്റെ എന്തോ അസുഖം, വായുവിൻ്റെ വാദം വന്നിട്ടുണ്ട്. വായുവിൻ്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ആയുർവേദ രീതിയിൽ ആയുർവേദത്തിൽ പറയുന്നു, ഈ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ അതിന് നമ്മുടെ ശരീരത്തിലുള്ള വായുവിൻ്റെ അതിൻ്റെ ഇക്വിലിബ്രിയം തെറ്റുമ്പോൾ, അതിൻ്റെ ഒരു ലെവൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ്ലി അവിടെ എല്ലാവരും നദിയിലുള്ള അല്ലെങ്കിൽ നവദ്വീപിലുള്ള എല്ലാവരും ശച്ചി മാധവോട് പോയി പറഞ്ഞു, നിമായിക്ക് കാര്യമായിട്ട് മാനസികമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, അച്ഛൻ മരിച്ചതിൻ്റെ വിരഹമാണെന്ന് തോന്നുന്നു, അതിനു മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സംസ്കൃതമൊക്കെ പഠിപ്പിച്ച് ഉഷാറായിട്ട് നടക്കുന്ന നിമായി ഇപ്പോൾ ഒന്നും പറയുന്നില്ല, സദാസമയം കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ച് കീർത്തനം പാടി നടക്കുവാണ്. അപ്പോൾ ശച്ചി മാധവയ്ക്ക് ഇത് കേട്ടപ്പോൾ വിഷമമായി. ശച്ചി മാധവ്, എൻ്റെ മകൻ എന്ത് പറ്റി? ശച്ചി മാധവൻ കാണുന്നുണ്ട് ഇത് തന്നെയാണ് സംഭവം. ശച്ചി മാധവ് ഗദാധർ പണ്ഡിറ്റിൻ്റെ അടുത്ത് ചോദിച്ചു. ഗദാധർ പണ്ഡിറ്റ് മഹാപ്രഭുവിൻ്റെ നിമായിൻ്റെ അത്രയും അടുത്ത ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഗദാധർ പണ്ഡിറ്റ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിമായി ഓക്കെയാണ്, നിമായിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിമായിക്ക് മനസ്സിലായി. വേറെയും കുറേ ഫ്രണ്ട്സൊക്കെ നിമായോട് പറഞ്ഞു, ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഗദാധർ പണ്ഡിറ്റിനും ശ്രീവാസ് ഠാക്കൂറിനും അങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ ഒരുപാട് സന്തോഷമാവുക ചെയ്യുന്നത്. അദ്വൈതാചാര്യ അവരൊക്കെ ഹാപ്പിയായി. കാര്യം ഇതാണ് നിമായിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം പണ്ട് നിമായി ഇതേപോലെ സംസ്കൃതമൊക്കെ ചൊല്ലി നടക്കുന്ന സമയത്ത് ഈവൻ ശ്രീവാസ് ഠാക്കൂറിൻ്റെ അടുത്തും പോയി ഡിബേറ്റിന് പോകും. ശ്രീവാസ് ഠാക്കൂർ അച്ഛൻ്റെ പ്രായമാണ്. എന്നിട്ട് പറയും, അങ്ങ് ഇതുപോലെ നാമം ജപിച്ച് കീർത്തനമൊക്കെ പാടി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? 4 ശ്ലോകങ്ങൾ സംസ്കൃതം അറിയാതെ പഠിക്കാതെ എന്ന കാര്യം എന്ന് ചോദിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് ശ്രീവാസ് ഠാക്കൂറും ഒക്കെ പറയാറുണ്ട് നിമായോടത്, ഇതല്ല സംസ്കൃതം പഠിക്കുക എന്നുള്ളത്, പണ്ഡിതനാവുക എന്നുള്ളത് പറയുന്നതല്ല കാര്യം, ഭക്തനാവുക എന്നുള്ളത് പറയുന്ന കാര്യം എന്ന് അന്ന് നിമായോട് പറയുമായിരുന്നു. എന്നിട്ട് ഇവർ പറയുമായിരുന്നു, നീ ഞങ്ങളുടെ കൂടെ കൂടുന്ന ഒരു ദിവസം നോക്കി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് അന്ന് ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിമായി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അത്ര യോഗ്യതയൊന്നുമില്ല, ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്, ഒരുപാട് അനർത്ഥങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് നിങ്ങളെപ്പോലെ ഭക്തിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അത് ചെയ്യാനുള്ള ആ ഒരു യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിമായിക്ക് ഒരാഴ്ച കൊണ്ട് സംഭവിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ ശ്രീവാസ് ഠാക്കൂറിനും അദ്വൈതാചാര്യക്കും ഗദാധർ പണ്ഡിറ്റിനും മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. കാര്യം നിമായി നമ്മുടെ ട്രാക്കിലേക്ക് വന്നു, കൃഷ്ണപ്രേമത്തിൻ്റെ കാറ്റടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളാണിതെല്ലാം, മഹാപ്രഭുവിൻ്റെ ലീലകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഹാപ്പി ആവുക ചെയ്തത്. അപ്പോൾ ശച്ചി മാധവ് ശ്രീവാസ് ഠാക്കൂറിൻ്റെ അടുത്തും പോയി ചോദിച്ചു. ശ്രീവാസ് ഠാക്കൂർ അവിടുത്തെ സീനിയറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീവാസ് ഠാക്കൂറിൻ്റെ അടുത്തും അദ്വൈതാചാര്യോടൊക്കെ ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ നിമായിക്ക്? എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ എന്തോ വായുവിൻ്റെ, അതായത് മാനസികമായിട്ട് എന്തോ പ്രശ്നത്തിലൂടെ കടന്നു പോവാണ്, പണ്ടത്തെ പോലെ നോർമലല്ല, അബ്നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അദ്ദേഹം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ഇവർ എല്ലാവരും പറയുന്നുണ്ട്, ശച്ചി മാധവ് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിമായിക്ക് ഒരു കുഴപ്പമില്ല, നിമായിക്കൊരു കുഴപ്പമില്ല, ഈ ഉന്മാദമൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു കുഴപ്പമില്ല, എന്തായാലും പേടിക്കേണ്ട, ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീവാസ് ഠാക്കൂർ ഒരു ദിവസം നിമായെ വിളിച്ചു. നിമായെ വിളിക്കുമ്പോൾ നിമായി പറഞ്ഞു ശ്രീവാസ് ഠാക്കൂറിൻ്റെ അടുത്ത്, ശ്രീവാസ് ഠാക്കൂർ, ഞാൻ അങ്ങേ വന്ന് കാണാനിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീവാസ് ഠാക്കൂർ ചോദിച്ചു, എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി, എന്താ പറയാനുള്ളത്?
കാര്യം അവർ തമ്മിലുള്ള പ്രായത്തിന് അത്രയും വ്യത്യാസമാണ്. നിമായിക്ക് അത്രയും നിമായി അത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുമായിരുന്നു അദ്വൈതാചാര്യയെയും അതേപോലെ ശ്രീവാസ് ഠാക്കൂറിനോട് പറഞ്ഞു, എല്ലാവരും പറയുന്നു എനിക്ക് മാനസികമായിട്ടുള്ള അസുഖമുണ്ട് എന്നുള്ളത്. ചില സമയത്ത് എനിക്കും തോന്നുന്നു ഞാനും നോർമലല്ല, ഞാനിങ്ങനെ ആയിരുന്നില്ല, പക്ഷേ എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നു, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നു, പിന്നെ നാട്ടിലെല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശശി മാധവ് എൻ്റെ അമ്മോടും പോയി എല്ലാവരും പറഞ്ഞു എനിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളത്. ശ്രീവാസ് ഠാക്കൂർ, അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളത്, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്നുള്ളതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീവാസ് ഠാക്കൂർ നിമായിയെ നോക്കിക്കൊണ്ട്, നിമായിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ശരിയാണ്, നിനക്ക് വലിയൊരു അസുഖമുണ്ട്. അപ്പോൾ നിമായി, ശരിക്കും സത്യം, എനിക്ക് അവർ പറയുന്ന പോലെ എനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് തന്നെയാണോ അങ്ങും പറയുന്നത്? ശ്രീവാസ് ഠാക്കൂർ താഴെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സത്യമാണ്, അസുഖമുണ്ട് നിനക്ക്. മാനസിക അസുഖമാണോ? മാനസിക അസുഖമല്ല, നിൻ്റെ അസുഖം കൃഷ്ണപ്രേമമാണ്. അപ്പം നിമായിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ശ്രീവാസ് ഠാക്കൂർ അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പറഞ്ഞു, ഞാനും ആഗ്രഹിക്കുന്നു ഈ അസുഖം എനിക്കും കിട്ടാൻ വേണ്ടിയിട്ട്, നീ ആ അസുഖം എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ച് മഹാപ്രഭുവിനെ, അന്ന് നിമായിനെ കെട്ടിപ്പിടിച്ച് ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത് ഇത്രയും വർഷം. ഇപ്പോഴെങ്കിലും നിനക്ക് നീ ഇതെല്ലാം മനസ്സിലാക്കി നാമം ജപിച്ച് ഹരേ കൃഷ്ണ മന്ത്രവും മഹാമന്ത്രവും കീർത്തനവും ഒക്കെ ആയി നീ മാറി. എന്നാൽ ശരി, അപ്പോൾ മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷമായി. എന്നാൽ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് പിന്നെയാണ് ശ്രീവാസ് ഠാക്കൂറിൻ്റെ വീട്ടിൽ അംഗം തുടങ്ങുന്നത്. ശ്രീവാസ് ആങ്കണിൽ വൈകുന്നേരത്തെ കീർത്തനങ്ങൾ തുടങ്ങുന്നത്. അന്ന് മുതൽ അവർ അവിടെ ഉള്ളി കീർത്തനങ്ങളായിരുന്നു. അപ്പം ഇതാണ് മഹാപ്രഭുവിൻ്റെ ഉന്മാദം. ആദിലീലയിലും കുറച്ച് ഭാഗമുണ്ട്, അത് വേറെ മൂഡായിരുന്നു. അന്തിലീലയിലെ മൂഡ് രാധാഭാവമായിരുന്നു. രാധാഭാവം ആദിലീലയിൽ കാണിച്ചിരുന്നില്ല. ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ വ്യത്യാസങ്ങളും ആ മഹാമന്ത്രത്തിൻ്റെ ഇമ്പോർട്ടൻസും കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ലീലകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണത്. അപ്പോൾ അദ്ദേഹം അന്ന് ഈശ്വരപുരി മഹാരാജിൽ നിന്ന് ഈ മന്ത്രം കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശ്രീവാസ് ഠാക്കൂറിനോടും മറ്റുള്ള വ്യക്തികളോടും മറ്റുള്ള ഭക്തരോടും, അതായത് കിബമന്ത്ര ദിലോ ഘോഷായി, എന്ത് മന്ത്രമാണ് എൻ്റെ ഘോഷ, അതായത് എൻ്റെ ഗുരു എനിക്ക് തന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ജപിത്തെ മന്ത്ര കരില പാകൽ, അതായത് ആ മന്ത്രം ജപിക്കുമ്പോൾ എനിക്ക് ഭ്രാന്തായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഞാൻ ഈ ലോകത്തൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും ശരിക്കും ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ഭഗവാന്റെ നാമം ജപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഉന്മാദമൊക്കെ നമുക്കും ഉണ്ടാവും എന്ന് മഹാപ്രഭു നമുക്ക് കാണിച്ചു തരുവാണ്. നമുക്കത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് അത്രമാത്രം പ്യൂരിറ്റി വേണം. നമ്മളെപ്പോലെ ഒരുപാട് അനർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് നടക്കുന്നവർക്ക് ഈ ഉന്മാദമൊന്നും മനസ്സിലാവില്ല. പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പാതയിലൂടെ നമ്മൾ ആത്മാർത്ഥപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം കുറച്ചൊക്കെ നമുക്കും റിയലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഉന്മാദത്തെക്കുറിച്ച് ഓർത്തപ്പോൾ മഹാപ്രഭുവിൻ്റെ ലീലകൾ നമ്മൾ ഒന്ന് ഓർത്തുപോയി, അതുകൊണ്ട് ചർച്ച ചെയ്തു. ഓക്കെ, അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. രാധികാര ഭാവയച്ചേ ഉദ്ധവ ദർശനേ സൈ ഭാവേ മത്ത പ്രഭു രഹേ രാത്രി ദിനേ. രാധികാര ഭാവയച്ചേ ഉദ്ധവ ദർശനേ സൈ ഭാവേ മത്ത പ്രഭു രഹേ രാത്രി ദിനേ. യെസ്, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം രാധികാര ഭാവേയേ ഉദ്ധവ ദർശനേ സേ ഭാവേ മത്ത പ്രഭു രഹേ രാത്രി ദിനേ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്.
ജയ. ഉദ്ധവനെ കണ്ടപ്പോൾ രാധ ഉന്മാദിനിയായതുപോലെ ശ്രീ ചൈതന്യ മഹാപ്രഭു വിരഹത്തിന്റെ ഉന്മാദത്താൽ രാവും പകലും ബാധിതനായിരുന്നു. ഭാവാർത്ഥം: വിരഹത്തിന്റെ ഭാവത്തിലുള്ള ആരാധനാ രീതിയാണ് യഥാർത്ഥ ഭഗവത് ആരാധനയെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാതാരബിന്ദങ്ങളുടെ ആശ്രയത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വേർപാടിന്റെ വേദന അതിതീവ്രമാകുമ്പോൾ ഒരുവൻ ശ്രീകൃഷ്ണനെ കണ്ടുമുട്ടുന്ന നിലയിൽ എത്തുന്നു. ഭക്തരെന്ന് പറയപ്പെടുന്ന സഹജീരെ പോലെയുള്ളവർ കൃഷ്ണനെ വൃന്ദാവനത്തിൽ കണ്ടുമുട്ടുന്നു എന്ന് വെറുതെ സങ്കല്പിക്കുന്നു. അത്തരം ചിന്ത ചിലപ്പോൾ പ്രയോജനകരമാകാം. എന്നാൽ വാസ്തവത്തിൽ കൃഷ്ണനെ കണ്ടുമുട്ടാൻ കഴിയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ച വിരഹഭാവത്തിലൂടെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്നു, ശ്രീമതി രാധാറാണി ഉദ്ധവർ വന്ന സമയത്ത് ഉദ്ധവരെ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് ഉപദേശം കൊടുക്കാൻ വേണ്ടി അയച്ചു അല്ലെ. ഈ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഉദ്ധവർ മഹാപണ്ഡിതനാണ്, ബൃഹസ്പതിയുടെ ഡയറക്റ്റ് ശിഷ്യനാണ്, ഭഗവാൻ കൃഷ്ണൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ദ്വാരകയിൽ ഭഗവാൻ കൃഷ്ണൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഉദ്ധവർ. ആ ഉദ്ധവരെ വൃന്ദാവനത്തിലെ വ്രജവാസികളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ശ്രീ ഭഗവാൻ കൃഷ്ണൻ വിടുന്നു. സംഭവിക്കുന്നത് എന്താണ്? ഉദ്ധവർ വിചാരിച്ചു, ഓക്കെ, കൃഷ്ണൻ എന്നോടൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ പോയിട്ട് എല്ലാവരെയും സമാധാനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് ഉദ്ധവർ പോയി ആദ്യം പോകുന്നത് യശോദാമ്മയുടെ അടുത്തേക്കാണ്. യശോദാമ്മ നന്ദമഹാരാജൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോകുമ്പോൾ ഉദ്ധവരെ കാണുമ്പോൾ, കാര്യം ഉദ്ധവരുടെ രൂപം കൃഷ്ണൻ്റെ പോലെയും കൂടിയാണ്. ശ്യാമ നിറത്തിലാണ്. ആ ഫേസും അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ആ ഒരു ഘടനയൊക്കെ ഭഗവാൻ കൃഷ്ണനുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അപ്പോൾ ശരിക്കും അകലെ നിന്ന് നോക്കുമ്പോൾ കൃഷ്ണനാണെന്ന് തോന്നിപ്പോവും. ഉദ്ധവരെ കാണുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഉദ്ധവർ പോയപ്പോൾ ഒരുപാട് സന്തോഷമായി യശോദാമ്മയ്ക്കും നന്ദമഹാരാജനും. കാര്യം അവർക്കറിയാം ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത സുഹൃത്താണ്, മാത്രമല്ല കൃഷ്ണൻ്റെ വളരെ അടുത്ത ബന്ധുവും കൂടിയാണ്. അപ്പോൾ അത്രമാത്രം ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഉദ്ധവരെ. കാര്യം കൃഷ്ണൻ്റെ പ്രിയപ്പെട്ടവരെ കൃഷ്ണ ഭക്തർക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അല്ലേ, അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഉദ്ധവർ യശോദാമ്മയെ കാണുന്നു, നന്ദമഹാരാജനെ കാണുന്നു. അപ്പോൾ ഇദ്ദേഹം പോകുന്നത് സമാധാനിപ്പിക്കാനാണ്. കാരണം കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതാണ്. അതായത് അവിടെ പോയിട്ട് എല്ലാവരെയും നീ സമാധാനിപ്പിച്ച് സാന്ത്വനിപ്പിച്ചിട്ട് വരണം, അവരോട് പറയണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം, അപ്പം അതുവരെ അവർ സമാധാനമായിട്ടിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് വിടുന്നത്. ഉദ്ധവർ ആ ഒരു ദൗത്യം എടുത്ത് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ യശോദാമ്മയോട് സംസാരിക്കുന്നു, നന്ദമഹാരാജോട് സംസാരിക്കുന്നു. അപ്പോൾ അവരുടെ ആ വാത്സല്യഭാവം, വാത്സല്യരസം കണ്ട് ഉദ്ധവർക്ക് ഒന്നും മനസ്സിലാവാതെയായി. അതായത് ഇത്രമാത്രം സ്നേഹമുണ്ടോ കൃഷ്ണനെ? നന്ദമഹാരാജും യശോദാമ്മയും പറയുന്നു, അവൻ പോയതിന് ശേഷം ഞങ്ങൾ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൻ പോയതിന് ശേഷം ഞങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല, എപ്പോഴും എല്ലാ സമയത്തും എൻ്റെ കൃഷ്ണനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. യശോദാമ്മ പറയും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവനിഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കും, എല്ലാ ദിവസവും ഉണ്ടാക്കും. അവന് മധുരപലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതെല്ലാം ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതെല്ലാം ഉണ്ടാക്കി എന്നും ഞാൻ അവന് വേണ്ടി സമർപ്പിക്കും, അവനെ കാത്തിരിക്കും, ഇന്ന് വരും എൻ്റെ കണ്ണൻ എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെയെല്ലാം പറഞ്ഞ്, പക്ഷേ ഇന്ന് വരും എന്ന് വിചാരിച്ച് എന്നും ഞാൻ അതേപോലെ ഫ്രഷായിട്ടുള്ള മധുര പലഹാരങ്ങളും അവനിഷ്ടമുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി ഞാൻ വയ്ക്കും. പക്ഷേ ഇതുവരെ അവൻ വന്നിട്ടില്ല. ഞാൻ നിന്നെ കണ്ടപ്പോൾ, ഉദ്ധവരോട് പറയാണ്, ഞാൻ നിന്നെ കണ്ടപ്പോൾ അകലെ നിന്ന് വിചാരിച്ചു എൻ്റെ കണ്ണൻ വന്നുവെന്ന്, പക്ഷെ ഇന്നും അവൻ വന്നില്ല. എങ്ങനെ ഞങ്ങളിവിടെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. ഈ ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ്, ഈ ശരീരത്തിൽ ഇപ്പോഴും ശ്വാസമുണ്ടോ എന്നുള്ള വിശ്വാസം പോലും എനിക്കില്ല എന്ന് യശോദാമ്മ കരഞ്ഞ് പറയുവാണ് ഉദ്ധവരെ കൈയും പിടിച്ച്. നന്ദമഹാരാജവും പറയുന്നു ഇതേപോലെ തന്നെ,
ഉദ്ധവർ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഉദ്ധവൻ ഈ സ്നേഹം കണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെയായി ഉദ്ധവൻ പറഞ്ഞു, വിഷമിക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഫിലോസഫിയിൽ, ഭഗവത്ഗീതയിലെ ഫിലോസഫി അദ്ദേഹം പറയുന്നു. കൃഷ്ണൻ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം ആ ശരീരം ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കൃഷ്ണനെ ഓർക്കുകയാണെങ്കിൽ, ആ ഓർക്കുന്നത് മനസ്സിൽ നമ്മൾ കൃഷ്ണനെ ഓർക്കുകയാണെങ്കിൽ കൃഷ്ണൻ കൂടെ ഉള്ളതുപോലെയല്ലേ, എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ ഫിലോസഫി തത്വങ്ങളൊക്കെ പറഞ്ഞു. യശോദാമായി പറഞ്ഞു, എന്ത് നീ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ശരി, എന്തായാലും ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കേ അറിയുള്ളൂ, സാരമില്ല, എന്നാലും എൻ്റെ മകനോട് പറയണം ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത്. എന്നിട്ട് കൃഷ്ണന് വേണ്ടിയിട്ട് ഒരുപാട് ഉപഹാരങ്ങളും ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ ഉദ്ധവരെ ഏൽപ്പിച്ച് പറയും, ഇതുകൊണ്ട് എൻ്റെ കണ്ണനെ ഏൽപ്പിക്കണമെന്ന്. അതിനുശേഷം അപ്പോൾ വാത്സല്യരതി കണ്ടിട്ടേ ഉദ്ധവരുടെ പകുതി കിളി പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ തത്വങ്ങളൊന്നും വരാതെ ബൃഹസ്പതി പഠിപ്പിച്ചതൊക്കെ മറന്നു പോകുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സഖാക്കളുടെ അടുത്ത് പോവും, കൃഷ്ണൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോവും. കൂട്ടുകാരോടും പറയും. കൂട്ടുകാർ ഉദ്ധവരെ കാണുമ്പോൾ വിചാരിക്കും കൃഷ്ണൻ വന്നു എന്ന് വിചാരിച്ചു. ഓ നീ വന്നൂലേ എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി വന്നു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് നമ്മുടെ കൃഷ്ണനല്ല, കൃഷ്ണനെ പോലെ ഇരിക്കുന്നു, നീ ആരാണ്? ഉദ്ധവൻ പറഞ്ഞു, എൻ്റെ പേര് ഉദ്ധവൻ, ദ്വാരകയിൽ നിന്ന് കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടുള്ളതാണ്, നിങ്ങളെ എല്ലാവരെയും കണ്ട് നിങ്ങളോട് അധികം താമസിയാതെ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, അവൻ പോയതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരു സന്തോഷവും ഉണ്ടായിട്ടില്ല. ശരിയാണ്, ഞങ്ങൾ കളിക്കുന്ന സമയത്ത് എപ്പോഴും തല്ലുകൂടാറുണ്ട്, എപ്പോഴും അവനെയും ഞങ്ങൾ വീരൊടിപ്പിക്കാറുണ്ട്, പക്ഷേ അവനില്ലാതെ എന്ത് രസമാണ് ഞങ്ങൾക്കുള്ളത്. ഒരുമിച്ച് കാട്ടിലേക്ക് ഗോക്കളെ കൊണ്ടുപോകുമ്പോൾ, പശുക്കളെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. അവൻ്റെ പാത്രത്തിൽ നിന്ന് ഞങ്ങളെടുത്ത് കഴിക്കുമായിരുന്നു, ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് അവനും കഴിക്കുമായിരുന്നു. മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവൻ ഞങ്ങളുടെ വായിൽ നിന്ന് എടുത്ത് കഴിക്കും, ഞങ്ങളും അവൻ്റെ വായിൽ നിന്ന് എടുത്ത് കഴിക്കും. അത്രമാത്രം അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ. അവനില്ലാതെ ഞങ്ങൾക്ക് ഒരു സന്തോഷവുമില്ല. അപ്പോൾ ഉദ്ധവർ വീണ്ടും പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, കൃഷ്ണനെ ഓർത്താൽ മതി. മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ആ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഉടനെ തന്നെ വരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കി. ഉദ്ധവരോട് പറഞ്ഞു, ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ശരി, നിങ്ങൾ വന്നു, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി വന്നു, ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞങ്ങൾ ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമാധാനമൊന്നും കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം പറയണം, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അവനോട് പറയണം. അവൻ വന്നിട്ട് വേണം ബാക്കി കളികളൊക്കെ കളിക്കാൻ, ഞങ്ങൾ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഖ്യരതിയും കണ്ടപ്പോൾ ഉദ്ധവരുടെ കണ്ണിൽ വെള്ളം വന്നു. ഇത്രമാത്രം സ്നേഹമോ കൃഷ്ണൻ്റെ കൂട്ടുകാർക്ക്! ഉദ്ധവർ ചിന്തിക്കുകയാണ്, ഞാനൊരു കൂട്ടുകാരനാണ്, ഞാനൊരു ഫ്രണ്ടാണെന്നാണ് ഇത്രയും കാലം വിചാരിച്ചത്. പക്ഷേ ഇവരുടെ സ്നേഹം പോലെയല്ല. കൃഷ്ണൻ ഒരിക്കലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടില്ല ഇതുവരെ, ഞാനും കൃഷ്ണൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടില്ല. ഇവർ പറയുന്നത് പ്ലേറ്റിൽ നിന്ന് എടുക്കുന്ന കാര്യമല്ല, വായിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഉദ്ധവർ ചിന്തിക്കുകയാണ്, ഞാൻ ശരിക്കും കൂട്ടുകാരൻ തന്നെയാണോ? ആ വ്രജവാസികളുടെ സ്നേഹം കണ്ടപ്പോൾ ഉദ്ധവർക്ക് ആദ്യത്തെ കിളി പോയി, ഇപ്പോൾ രണ്ടാമത്തെയും പോയി. അതിനുശേഷം ഉദ്ധവർ അവിടെ നിന്ന് പോയി ഗോപികമാരുടെ അടുത്തേക്ക് പോകുന്നു. ഗോപികമാരുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഗോപികമാർ അകലെ നിന്ന് ഉദ്ധവരെ കാണുമ്പോൾ തോന്നി, കൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞു. രാധാറാണിയും ഉണ്ട് കൂട്ടത്തിൽ. രാധാറാണിയാണെങ്കിൽ ആ സമയത്ത് ബോധമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാ സഖിമാരും ഗോപികമാരും ഒക്കെ പറഞ്ഞു, കൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞ് അടുത്ത് ഓടിപ്പോയപ്പോഴാണ് മനസ്സിലാവുന്നത് കൃഷ്ണനല്ല. കൃഷ്ണനെ പോലെ ഇരിക്കുന്നു, പക്ഷെ കൃഷ്ണനല്ല. ആരാണ് നീ ചോദിച്ചു ഗോപികമാർ. ഉദ്ധവർ പറഞ്ഞു, എന്നെ പറഞ്ഞയച്ചിട്ടുള്ളതാണ് കൃഷ്ണൻ,
നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ കൃഷ്ണൻ വരും. ഓർത്താൽ മതി. ഓർക്കുമ്പോൾ കൃഷ്ണൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വീണ്ടും അതേ ഫിലോസഫി പറഞ്ഞു അവിടെ ഉദ്ധവർ. ഇത് കേട്ടപ്പോൾ ഗോപികമാർ പറഞ്ഞു, ഓർക്കാനോ? ആരെ? അവനെ, ഞങ്ങളെ പറ്റിച്ചു പോയിട്ടുള്ള അവനെ ഓർക്കാനോ? നിങ്ങൾ പറയുന്നു ഓർക്കാൻ, ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാൻ പറയുന്നു. ഞങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വിഷ്ണുവിനോട്. നിനക്കറിയോ, നിങ്ങൾക്കറിയോ എന്നും പ്രാർത്ഥിക്കുന്നത് എന്താണെന്നുള്ളത്? എങ്ങനെയെങ്കിലും മറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എപ്പോഴും 24 മണിക്കൂറും കൃഷ്ണൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അത് ആ രൂപം കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അബലരായി പോവുകയാണ്. എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങളിപ്പോൾ വന്ന് പറയുക, ഞങ്ങളോട് ഓർക്കാൻ വേണ്ടി പറയുവാണ്. ഉദ്ധവരുടെ അടുത്ത് അവർ ദേഷ്യത്തിൽ സംസാരിച്ചു. നിങ്ങൾ ഓർക്കാൻ പറയുന്നു, ഞങ്ങൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട, കേൾക്കണ്ട. ഉദ്ധവർ ഏകദേശം ബോധം കിട്ടു ഇത് കേട്ടപ്പോൾ. ഉദ്ധവർക്കൊന്നും മനസ്സിലായില്ല. അവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഉദ്ധവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഗോപികമാർക്ക് ഇത്രമാത്രം സ്നേഹമോ ഇതുവരെ കേട്ടിട്ടില്ലേ. ഒരു ബൃഹസ്പതി പഠിപ്പിക്കാത്ത കാര്യങ്ങളാണിതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഗോപികമാർ പറഞ്ഞു, നിങ്ങളിതൊക്കെ പറഞ്ഞു ശരി, ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഞങ്ങൾ മറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കറുത്ത ഓടക്കൊള്ളും പിടിച്ച് മയിൽപ്പീലിയും ചൂടിയിട്ടുള്ള ശ്യാമവർണ്ണത്തിലുള്ള ആ കൃഷ്ണനെ മറക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓർക്കാൻ വേണ്ടി ഒരാൾ വന്ന് പറയുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഉദ്ധവരുടെ നേരെ കളിയാക്കി പറഞ്ഞു. ചിരിക്കുമല്ല, വിഷമത്തോട് കൂടിയിട്ട് ശകാരിക്കുകയാണ് ചെയ്യുന്നത് ഉദ്ധവർക്ക് മനസ്സിലായി, ഞാൻ വന്ന സ്ഥലം ശരിയല്ല. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ വേറൊരാളുണ്ട്, അവന് വല്ല ഓർമ്മയുണ്ടോ ഈ കാര്യം? കൃഷ്ണന് വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ രാധികയുടെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? വലിയ ഫിലോസഫി, വലിയ തത്വങ്ങളൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയാണ് ഇവിടെ. നിങ്ങൾക്കറിയോ എന്താണ് അവസ്ഥ എന്നുള്ളത്? ഉദ്ധവർ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നത് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി രാധിക ആരാണ്, രാധികയുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാൽ വാ, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഉദ്ധവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് രാധാറാണി പകുതി ബോധത്തിലാണ്. ആ സമയത്ത് ഒരു കറുത്ത വണ്ട് അതിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ആ സമയത്ത് കറുത്ത വണ്ടിനെ ശകാരിച്ചു കൊണ്ടിരിക്കുകയാണ് രാധാറാണി. അല്ലെങ്കിലും എനിക്കറിയാം, ഈ കറുത്ത വണ്ടിനെ നിന്നെ കാണണ്ട. വണ്ട് വന്ന് രാധാറാണിയുടെ അടുത്ത് വന്നിരിക്കാൻ നോക്കുകയാണ്. അപ്പോൾ പറയും, എനിക്ക് നിന്നെ കാണണ്ട, എന്നെ പറ്റിച്ചു പോയി. ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാണ്, ഇതുവരെ വരുന്നില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നറിയാലോ. ഈ ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ ഇങ്ങനെ പകുതിയായിട്ട് കൊന്നിട്ട് എന്തിനാണ് നീ പോയത്? ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യും? നീ ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? എന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ശകാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിനെ കൃഷ്ണനാണെന്ന് വിചാരിച്ച് കറുത്ത നിറത്തിൽ കാണുന്നതൊക്കെ രാധാറാണിയെയും ഭഗവാൻ കൃഷ്ണനെ ഓർക്കുവാണ്. ശ്യാമവർണ്ണത്തിൽ കാണുന്നതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വണ്ടിനെ ശകാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉദ്ധവർ വരുന്നത്. ഉദ്ധവർ കുറച്ച് അകലെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാധാറാണി ഈ വണ്ടിനോട് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഉദ്ധവർ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ബോധം പോയി നഷ്ടപ്പെട്ടു തുടങ്ങി. അതിനുശേഷം ഉദ്ധവരും പോയിട്ട് രാധാറാണിയോട് എന്ത് സമാധാനിപ്പിക്കാനാണ്? ഗോപികമാരുടെ നിന്ന് തന്നെ ഡോസ് കിട്ടി ഉദ്ധവർക്ക്. രാധാറാണിയുടെ അടുത്ത് പോയിട്ട് ഒന്നും എനിക്ക് സാധിക്കില്ല, പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഉദ്ധവർക്ക് മനസ്സിലായി. ഉദ്ധവർ പോയി നേരിട്ട് രാധാറാണിയോട് പറഞ്ഞു, എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. നിങ്ങളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയും സ്നേഹമുണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നു ഞാൻ വലിയ പണ്ഡിതനാണെന്നുള്ളത്, എനിക്ക് എല്ലാം അറിയാമെന്നുള്ളത്, എല്ലാ തത്വങ്ങളും അറിയാമെന്നുള്ളത്, ശാസ്ത്രങ്ങൾ മുഴുവനും അറിയാമെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്നും അറിയില്ല എന്ന്.
ഞാൻ വെറും വട്ടപൂജ്യമാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഉദ്ധവർ പറയുവാണ് രാധാറാണിയോടും ഗോപികമാരോടും. അത് മാത്രമല്ല, ഞാൻ അഹങ്കരിച്ചിരുന്നു കൃഷ്ണൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്നുള്ളത്. സുഹൃത്ത് മാത്രമല്ല, കൃഷ്ണൻ എന്തുണ്ടെങ്കിലും ദ്വാരകയിൽ എന്തുണ്ടെങ്കിലും ഞാനുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എന്നോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, കൃഷ്ണൻ ഞാനില്ലാതെ കൃഷ്ണനില്ല എന്ന്. ഞാൻ വിചാരിച്ചു എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, എനിക്ക് സ്നേഹമുള്ളതുപോലെ വേറെ ആർക്കുമില്ല കൃഷ്ണനോട് എന്നുള്ളത്. ഇന്ന് എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒരു ശിശു പോലുമല്ല, ഞാൻ എവിടെയും എത്തിയിട്ടില്ല, ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് ഉദ്ധവർ കരഞ്ഞു തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ഗോപികമാരോട്, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുവാണ്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, വേറൊന്നും വേണ്ട. ഈ വൃന്ദാവനത്തിലെ ഈ വ്രജവാസികളുടെ, പ്രത്യേകിച്ചും ഈ ഗോപികമാരുടെ പാദസ്പർശങ്ങൾ കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുൽക്കൊടിയായിട്ട് ഒരു ജന്മം കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിലും അവരുടെ തൃപ്പാദങ്ങളിലെ ആ ചരണധൂലി കൊണ്ട് എൻ്റെ ശിരസിൽ ഭക്തിയുടെ, ശുദ്ധഭക്തിയുടെ ചെറിയ ഒരു അംശമെങ്കിലും എനിക്ക് കിട്ടും. ഇങ്ങനെയാണ് ഉദ്ധവർ പ്രാർത്ഥിച്ചത്. അപ്പോൾ കൃഷ്ണൻ ഉദ്ധവരെ പറഞ്ഞയക്കുന്നത് അവരെ സമാധാനിപ്പിക്കാനാണ്. പക്ഷെ സംഭവിച്ചത് എന്താണ്? വൃന്ദാവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ടെക്നോളജി, വൃന്ദാവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉദ്ധവർ കൃഷ്ണപ്രേമം എന്താണെന്ന് പഠിച്ചു. ഒന്നും അറിയില്ല എന്ന് ഉദ്ധവർ തന്നെ സമ്മതിച്ചു. അതാണ് വ്രജവാസികളുടെ സ്നേഹം, അതാണ് വ്രജപ്രേമം, അതാണ് വ്രജഭക്തി. ഈ വ്രജഭക്തിയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിട്ടുള്ള വരദാനം. ഈ വ്രജഭക്തിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീല പ്രഭുപാജിയും നമ്മുടെ ഗുരുജനങ്ങളും. ഈ വ്രജഭക്തിയാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പറയുന്നു ഈ ശ്ലോകത്തിൽ, രാധാറാണി ആ സമയത്ത് ഉദ്ധവരെ കണ്ട സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഭാവങ്ങളൊക്കെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അന്ത്യലീല സമയത്ത് ഇതെല്ലാം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇവിടെ ശിലപ്രഭാജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു ഭാവാർത്ഥത്തിൽ. ഈ വിരഹമാണ് ഒരു വ്യക്തിയെ കൃഷ്ണനിലേക്ക് എത്തിക്കുന്നത്. അതായത് കൃഷ്ണനിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണനെ മുഖാമുഖം കാണുവാൻ ഉള്ള ഒരു അവസരം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കിട്ടണമെങ്കിൽ ഈ വിരഹത്താലേ അത് സാധ്യമാവുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ വിപ്രലംബ ഭാവം എന്ന് പറയും. വിപ്രലംബ ഭാവം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആ വിരഹം, എനിക്ക് ഭക്തിയില്ല, എനിക്ക് കൃഷ്ണപ്രേമമില്ല, എൻ്റെ ഒരു ലക്ഷ്യം കൃഷ്ണൻ എവിടെയാണെന്നറിയാം, ആ ഒരു നമുക്ക് തോന്നുന്നൊരു വിരഹം എന്താണെന്ന് പറയാൻ പോലും എനിക്കറിയില്ല. ബിക്കോസ് ആ വിരഹം എന്താണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എന്താണ് ഈ വിരഹം എന്നുള്ളത്, തിയറിറ്റിക്കലി മാത്രം. പക്ഷേ വിരഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? പിരിഞ്ഞിരിക്കുക പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ട ഒരാളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക? ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ അടുപ്പമുള്ള ആരെങ്കിലും ശരീരം വിട്ട് പോയി എന്ന് വെക്കുക. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഉണ്ടാവുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു വിരഹമുണ്ടല്ലോ, ഇനി അവരില്ലാതെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കും, നമ്മൾ നല്ല സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്ന മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ ഓർത്ത് നമ്മുടെ മനസ്സിൽ ഒരു ആനന്ദം കിട്ടും. ഇനി ആ ഒരു ദിവസം എന്ന് വരും എന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ സാധിക്കില്ല. കാര്യം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല എന്നറിയാം. പക്ഷേ ഇവിടെ ഒരു ഹോപ്പുണ്ട്. ഈ വിരഹത്തിൽ ആ വിരഹം പോലെയല്ല ഇവിടെ പറയുന്ന വിപ്രലംബ ഭാവത്തിൽ ഒരു ഹോപ്പുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പിരിഞ്ഞിരിക്കുകയാണ്, പക്ഷെ നാളെ എനിക്കൊരു അവസരം കിട്ടും. അങ്ങനെ ഒരു അവസരം എന്ന് വരും.
എന്ന് വരും എന്ന് വരും എന്ന് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന അവസ്ഥ. കൂടെ ഉണ്ടായിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ആനന്ദം അവർക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിനുശേഷം പിരിഞ്ഞു പോയിരിക്കുകയാണ്. പിരിഞ്ഞു പോയപ്പോൾ കൂടെ വന്നാൽ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് അറിയാം, ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ട് അവർ. അതുകൊണ്ട് ആ വിരഹത്തിൻ്റെ ശക്തി ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു പ്രതീക്ഷ കൂടെയുണ്ട് അതിൽ, ഹോപ്പ് കൂടെയുണ്ട്. പ്രതീക്ഷ കൂടെ ഉള്ളത് കൊണ്ട് അത് വേറൊരു ഭാവമാണ്. അപ്പോൾ അത് നടക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. മരിച്ചുപോയ ഒരാളെ നമ്മൾ എത്ര ഹോപ്പ് ചെയ്തിട്ടും കാര്യമില്ല, ആൾ തിരിച്ചു വരാൻ പോകുന്നില്ല. ശരിയല്ലേ? അപ്പോൾ എന്താണ് നമ്മളെ സമാധാനിപ്പിക്കുന്നതന്നെ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ശരീരം മരിക്കുന്നുള്ളൂ, ആത്മാവിന് മരണമില്ല, അദ്ദേഹം വേറെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും, ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങളാണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞു വിരഹം. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. കാര്യം നമുക്കറിയാം തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു വിരഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എങ്ങനെയാണത് അനുഭവിക്കുന്നത് നമുക്കറിയില്ല. അറിയുന്നവരുണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ, എനിക്കെന്തായാലും അറിയില്ല. ആ ഒരു നമ്മുടെ ഹൃദയത്തിൽ അത്രമാത്രം സ്നേഹം ഭഗവാനോടുണ്ടെങ്കിൽ, അത്രമാത്രം ബഹുമാനം, അത്രമാത്രം സ്നേഹം, അത്രമാത്രം പ്രേമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിരഹം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് തോന്നുന്നു, ശരിയാവുന്നില്ല, നാമജപം ശരിയാവുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇനി എന്നാണ് കുറച്ചും കൂടെ ഒരു ഭാവത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാത്തിനോടും ഇത് പോരാ, കുറച്ചും കൂടെ ചെയ്യണം, ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യണം, എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ കോൺഷ്യസ്നെസ്, എൻ്റെ ആ ഒരു ചിന്ത, എൻ്റെ ആ ഒരു ഭാവം, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എങ്ങനെ കണ്ടാമിനേറ്റ് ആയി പോകുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ് സംഭവിക്കുന്നത്, ഞാൻ എന്തെങ്കിലും പരദൂഷണം പറഞ്ഞിട്ടാണോ, ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടാണോ, മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആകാംക്ഷയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയും ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ, എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പോൾ ഐ ഹാവ് ടു കറക്റ്റ് ഇറ്റ്, എങ്ങനെയെങ്കിലും ഇതെല്ലാം ശരിയാക്കിയിട്ട് എനിക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ എനിക്ക് അവിടെ എത്തണം, എനിക്ക് കാണണം, സേവിക്കണം എന്നുള്ളൊരു ലാഞ്ചന, അല്ലെങ്കിൽ ആ ഒരു ലൗല്യം, ശ്രീല രൂപ ഗോസ്വാമി പറഞ്ഞ പോലെ ആ ലൗല്യമാണ്. അതായത് ലൗല്യം നമ്മൾ 2 തരത്തിൽ പറയും. ലൗല്യം നെഗറ്റീവ് സെൻസിലും പറയും, പോസിറ്റീവ് സെൻസിലും പറയും. നെഗറ്റീവ് സെൻസിൽ ശ്രീല രൂപ ഗോസ്വാമി തന്നെ ഉപദേശാമൃതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലൗല്യം പാടില്ല എന്നുള്ളത്. അത് ഭൗതികമായിട്ടുള്ള സാധനങ്ങളോടുള്ള ലൗല്യം പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഭഗവാനെ ലഭിക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിലേക്ക് എത്തുവാനുള്ള, ആ രാധാകൃഷ്ണ സേവനം ലഭിക്കാനുള്ള ആ ഒരു ആഗ്രഹം തീവ്രമായിരിക്കണം. എന്നാൽ അതിനെ ലൗല്യം എന്ന് പറയുന്നു. ആ ഇൻറ്റൻസ് ഗ്രീഡിനെ, അത് പോസിറ്റീവായിട്ടുള്ള ഒരു ലൗല്യം. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ ഈ വിരഹം ഉണ്ടെങ്കിലേ ആ ഒരു ഗ്രീഡ് ഉണ്ടാവുള്ളൂ. കാര്യം എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടണം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗോപികമാരുടെ പോലെയോ അല്ലെങ്കിൽ സഖാക്കളുടെ പോലെയോ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതെല്ലാം വായിക്കുന്നതും കേൾക്കുമ്പോഴും നമുക്കറിയാം, എനിക്കും ഇതേപോലെ ആവാൻ സാധിക്കും. ഇതേപോലെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതേപോലെ ആവാൻ സാധിക്കില്ല, എന്നാൽ അറ്റ്ലീസ്റ്റ് അവരുടെ പാത പിന്തുടരാനെങ്കിലും സാധിക്കുമെന്നുള്ളത്. അവരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും എനിക്ക് ഇതൊക്കെ അനുഭവിക്കാൻ, മനസ്സിലാക്കുവാനും സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ വിരഹവും വിപ്രലംബവും പ്രതീക്ഷയൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുവാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ലീലയിലൂടെ, അദ്ദേഹത്തിൻ്റെ ലീലകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. മഹാപ്രഭു ആണെങ്കിലും മഹാപ്രഭുവിൻ്റെ പാർഷദരാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചു തരുവാണ്. ശീല പ്രഭുപാദ് ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഭാവാർത്ഥങ്ങളിലൂടെ. എന്താണ് മഹാപ്രഭു ഉദ്ദേശിക്കുന്നത്, എന്താണ് മഹാപ്രഭു പഠിപ്പിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവിടേക്ക് എത്താൻ വേണ്ടി. ഓക്കെ. गौर प्रेमानंदे श्री चैतन्य चरितामृत की जय, कृष्णदास, शिला कृष्णदास कविराज गोस्वामी की जय.
जगद्गुरु शिला प्रभुपाद की जय। गौड़ीय गुरु वृंद की जय। इस्कॉन गुरु वृंद की जय। समवेद गौर भक्त वृंद की जय। निताय गौर हरि बोल। जय जय श्री राधे श्याम। थैंक यू। Hare Krishna, bro. Thank you very much for board. हरे कृष्णा प्रभु, प्रणाम प्रभु जी। हरे हरे कृष्ण प्रभु प्रणाम। हरे कृष्णा। Hare Krishna Prabhuji, thank you so much. Pranams. हरे कृष्ण प्रभु, थैंक यू वेरी मच। हरे कृष्णा प्रभु जी, प्रणाम प्रभु जी। Krishna Prabhu.